വന്നവർക്കും പോയവർക്കും എല്ലാം ജിൻഡോക്കാക്കേ മതി, നമ്മളെ ഒന്നും ആർക്കും വേണ്ട. എന്നാലും അത് എന്തായിരിക്കും അങ്ങനെ? ജാസ്മിൻ കുറച്ചു നേരം മുമ്പ് ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഫണ്ണായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഉള്ളിൽ നല്ല വിഷമവും അസൂയൊക്കെ ഉണ്ടെന്ന് ഒട്ടും പറയത്തേ ഇല്ല കേട്ടോ. സംഭവം അസൂയ കൊണ്ടൊക്കെ പറഞ്ഞതാണേലും ജാസ്മിൻ ചോദിച്ചത് കറക്റ്റ് ചോദ്യമാണ്. വന്നവർക്കും പോയവർക്കും എല്ലാം ജിൻഡോയെ മതി. എല്ലാവരും ജിൻഡോയോട് സംസാരിക്കുന്നു, അയാളുടെ പേരെടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ വരാൻ കാരണം എന്താണ്? ജാസ്മിൻ എന്താണ് ആരും തിരിഞ്ഞു നോക്കാത്തത്? ഒരൊറ്റ വാക്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത്. ക്വാളിറ്റി ഉള്ളവരെ ലോകം അംഗീകരിക്കത്തുള്ളൂ. ക്വാളിറ്റി കാണിക്കാത്തവരെ ലോകം കാറി തുപ്പും, ചീമൊട്ട എറിയും. അതാണ് എനിക്ക് ജാസ്മിനോട് പറയാനുള്ളത്. ജാസ്മിൻ അവിടെ ചെയ്ത പ്രവർത്തികൾ തന്നെയാണ് പുറത്തുനിന്ന് പോയവരാരും ജാസ്മിനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ കാരണം. പ്രവർത്തികൾ തന്നെയാണ് വില്ലൻ ജാസ്മിന്റെ കാര്യത്തില്ല. ഫാമിലീസ് അത്രയും പേര് വന്നിട്ട് ജാസ്മിന്റെ കുടുംബം ഒഴികെയുള്ള എല്ലാവർക്കും ജിൻഡോയെ മതിയായിരുന്നു. ജാസ്മിനെ ആരും തിരിഞ്ഞു നോക്കി പോലും ഇല്ല. പിന്നെ ഇന്ന് ജോജു ജോർജ് വന്നപ്പോഴും എല്ലാവർക്കും ജിൻഡോയെ മതി. സാഗറൊക്കെ ജിൻഡോയോട് പമ്പ് ചെയ്ത് കളിക്കാൻ പറഞ്ഞു. അപ്പൊ ആ ലെവലില് ജിൻഡോ എല്ലാവരിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനിരുന്നിട്ട് ഇങ്ങനെ അസൂയ പ്രകടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പര ബഹുമാനം, അത് ജാസ്മിൻ ആദ്യം പഠിക്കണം. തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം. പിന്നെ മാനേഴ്സ്, സിവിക് സെൻസ്, ഡിസിപ്ലിൻ, മെച്ചൂരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ബേസിക് മുതലേ ജാസ്മിൻ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതൊക്കെ പഠിച്ചാൽ മാത്രം മതി ആളുകൾ ബഹുമാനിക്കും. അല്ലാത്ത പക്ഷം ആരും ഒട്ടും മൈൻഡ് ചെയ്തുമില്ല. ഇങ്ങനെ അസൂയ പ്രകടിപ്പിച്ച് വീണ്ടും വില കളയല്ലേ എന്ന് എനിക്ക് ജാസ്മിനോട് പറയാനുള്ളൂ.